ഡോക്ടർ വാണി ദേവി, ഇപ്പോൾ ഇത്തരം തൊഴിൽ സമ്മർദ്ദം എന്നൊക്കെയുള്ളത് ഏതെങ്കിലും ഒരു മേഖലയിലാണോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ മേഖലയിലാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നുമല്ല. പല മേഖലകളിലും അതൊക്കെ ഉണ്ട്. തൊഴിലിൻ്റെ ഒപ്പമുള്ളതാണ് ഈ സമ്മർദ്ദം എന്നുള്ളതും. പക്ഷേ ഇതൊക്കെ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധവുമാണ്. പലപ്പോഴും ഈ IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ വലിയ തൊഴിൽ സമ്മർദ്ദം നേരിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തൊഴിലാളികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം സമ്മർദ്ദത്തെ എങ്ങനെ മറികടക്കാം? അതിനൊക്കെയുള്ള മാർഗങ്ങൾ എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇത്തരം തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ പാടില്ല, അതിനൊക്കെ എതിരായ നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം ഒരു വശത്ത്. അതിനപ്പുറത്തേക്ക് തൊഴിലാളികൾക്ക് എന്താണ് മാർഗങ്ങൾ ഇതിനെയൊക്കെ മറികടക്കാൻ? ജോലി വേണം ഒരേ സമയം തന്നെ, എന്നാൽ ആ സ്ട്രെസ്സിനെ മറികടക്കാൻ എന്ത് ചെയ്യാം? ഒരു ചുരുങ്ങിയ മറുപടി. ഒന്ന്, ഇത് ഒരു IT മേഖലയിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളിലോ മാത്രം നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഇന്ന് കാണുന്ന സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തുടങ്ങി, ബാങ്ക് ഉദ്യോഗസ്ഥരിൽ തുടങ്ങി, ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തുടങ്ങി, ഏതൊരു പ്രൊഫഷനിൽ നമ്മൾ നോക്കിയാലും കാണുന്ന ഒരു കാര്യമാണ് ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റണം, കൃത്യമായ നോ പറയാൻ പറ്റണം. ഇപ്പം നമ്മൾ അന്നയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടതാണ്, ഒരു ജോലി കൊടുത്ത് ഏൽപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് നോ പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ആദ്യമായി ചെന്ന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബോസ് വിളിച്ച് പറയുന്ന ഒരു ജോലി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഭയമുണ്ടാവും, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് വളരെ വലിയ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവിടെ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ടെങ്കിലും നോ പറയാനായിട്ട് പറ്റണം. ചില കാര്യങ്ങളിൽ പെർഫെക്ഷനിസം വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റണം. സെൽഫ് ലവ് വേണം. ഇതെല്ലാം നമുക്ക് ഇൻഡിവിജ്വലി വേണം എന്ന് പറയേണ്ടുന്ന കാര്യമാണ്. ചെയ്ത് തന്നെ ആകണം. പക്ഷെ ഇതിനോടൊപ്പം തന്നെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ്. അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്, ഒരു കംപ്ലൈൻറ്റ് ചെന്നാലല്ല മോണിറ്ററിങ് ഉണ്ടാവേണ്ടതെന്ന്. നമ്മുടെ ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്നത് ഒരു ഫിനാൻഷ്യൽ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വന്നതിന് ശേഷമല്ല, അതൊരു മാൻഡേറ്റ് ആണ്. അതുപോലെ തന്നെ മാൻഡേറ്റ് ആയിട്ട് സർക്കാർ ഏജൻസികൾ മോണിറ്റർ ചെയ്ത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ്. ഹെൽത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജസ് ആൻഡ് ഫെസിലിറ്റീസും ഇത് അവിടെ ഉണ്ട്, പേപ്പേഴ്സിൽ മാത്രമല്ല. നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും ഈ വിഷയം ഒരു വലിയ രാജ്യത്ത് തന്നെ ശ്രദ്ധ നേടുന്ന, ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. തൊഴിൽ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലേക്കൊക്കെയുള്ള തൊഴിലാളി വിരുദ്ധ നടപടികൾ ഒരു സ്ഥാപനത്തിലും ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മളും പറയുന്നത്.